മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/6/1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം, പുണർദം 3-ാം പാദം. കർക്കടക ലഗ്നം, 2-ൽ കുജൻ, 3 ശൂന്യം, 4-ൽ രാഹു, 5-ൽ വ്യാഴം, 6, 7, 8 ഭാവങ്ങൾ ശൂന്യം, 9-ൽ ശനി, 10-ൽ ശുക്രൻ, കേതു, 11-ൽ സൂര്യൻ, ബുധൻ, 12-ൽ ചന്ദ്രൻ, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ആദ്യമേ തന്നെ പറയാം, 12-ൽ ലഗ്നാൽ 12 ചെലവിൻ്റെ, അതായത് വ്യയസ്ഥാനം. 12-ൽ ഗുളികൻ നിൽക്കുന്നത് വർദ്ധിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത, നനച്ചിരിക്കാത്ത ചിലവുകളെ വരുത്തും. പ്രത്യേകം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ വേണം ഇത്തരം വ്യക്തികൾ എത്ര വലിയ മഹായോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോകാനായിട്ട്. പ്രത്യേകിച്ചും ചന്ദ്രനോടൊപ്പം ഗുളികൻ നിൽക്കുന്നത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടും തന്നെ നല്ലതല്ല. അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, അധികരിച്ച ചിന്ത, അതല്ല എങ്കിൽ കൺഫ്യൂഷൻ, തീരാത്ത സംശയങ്ങൾ, അതല്ല എങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ സാധ്യത ഇത്തരക്കാർക്ക് കൂടുതലാണ്. ഇത് ലഗ്നാൽ 5-ാം ഭാവാധിപൻ കർക്കടകമായിട്ടൊക്കെ വരികയും ചന്ദ്രൻ അവിടെ നിൽക്കുകയും ഗുളികനോടൊത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് തൽഫലമായിട്ട് തന്നെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട്. അത്തരക്കാരിൽപ്പെട്ട ഒരുപാട് പേർ വിളിക്കുന്നുമുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ചന്ദ്രനോടൊപ്പം ഗുളികൻ, അതല്ല എങ്കിൽ ശനി, അതല്ല എങ്കിൽ രാഹു, കേതു പോലെയുള്ള ഗ്രഹങ്ങളോ ഛായാഗ്രഹങ്ങളോ നിൽക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ചെലവ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും ഇത്തരം വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് 12-ൽ ചന്ദ്രൻ ഗുളികനോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് വരാനുള്ള സാധ്യത മനസ്സമാധാനക്കേടുകൾ, ചെലവ് സംബന്ധിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ ധനനഷ്ടം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്നും ഒരർത്ഥം ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 4-ലാണ് രാഹു നിൽക്കുന്നത്. 4 വീട്, വാഹനം, ബാധ്യതകൾ പോലെയുള്ള സ്ഥാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാനമാണ് 4. 4-ൽ രാഹു, കേതു അല്ലെങ്കിൽ ഗുളികൻ, ശനി പോലെയുള്ള അവസ്ഥകൾ വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരക്കാർ ലോൺ പോലെയുള്ള അല്ലെങ്കിൽ കടം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് കയറി ഊരി വരാനുള്ള ഒരു സാധ്യത അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മാത്രമേ കടം വാങ്ങുക, അതല്ല എങ്കിൽ ബാധ്യതകൾ വരുത്തുക, അതല്ല എങ്കിൽ ലോൺ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറയുടെ പിൻബലത്തോടു കൂടി മാത്രമേ പോകാവൂ എന്ന് മനസ്സിലാക്കുക. പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണെങ്കിൽ മുന്നോട്ട് പോവുക, അതല്ല എങ്കിൽ ചിന്തിച്ച ശേഷം മാത്രം ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം ലഗ്നാൽ 7, 1, 2, 3, 4, 5, 6, 7 മകരം, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി 9-ൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ശനി എന്ന ഗ്രഹത്തിൻ്റെ പൊതുവായൊരു സ്വഭാവമുണ്ട്, വൈകിപ്പിക്കുക. വിവാഹം ഇത്തരക്കാർക്ക് പൊതുവെ വൈകി കാണാറുണ്ട്. അവിടേക്ക് രാഹുവിൻ്റെ 6-ാം ദൃഷ്ടിയുമുണ്ട്. 1, 2, 3, 4, 5, 6 നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു 6, 7, 9, 12 തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. വ്യാഴമാകട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്നും 5, 7, 9. അപ്പോൾ ശനിയിലേക്ക്, അതായത് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയിലേക്ക്, വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനിയിലേക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടിയുണ്ട് എന്നതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് രാഹുവിൻ്റെ 6-ാം ദൃഷ്ടിയുമുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പൊതുവേ ശനിയുടെയും, പ്രത്യേകിച്ചും ശനിയുടെ തന്നെ സ്വഭാവം, അതുപോലെ തന്നെ രാഹുവിൻ്റെ തന്നെ സ്വഭാവം, ഇത് രണ്ടും അനുഭവത്തിൽ വന്ന ശേഷമാണ് പല ആളുകൾക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി സംബന്ധമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടുവരുന്നത്. കാരണം പ്രകൃതിയാൽ തന്നെ ഇത്തരം ആളുകൾക്ക് ഒരല്പം വൈകി വിവാഹം നടക്കണമെന്നതൊരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം. ഏതൊരു ഗ്രഹനിലയിലും ആ സ്ഥാനം വഹിക്കുന്നത് ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് ലഗ്നാൽ 10-ൽ കർമ്മസ്ഥാനത്ത് കേതുവിനോടൊത്ത്, അതുപോലെ തന്നെ രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയിലാണ്. അപ്പോൾ ഇതും വിവാഹം വൈകിപ്പിക്കുന്നതിന് ഒരു
പ്രധാന കാരണം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ശുക്രനാവട്ടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലുമല്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 11 ലാഭസ്ഥാനത്താണ് സൂര്യൻ ബുധൻ നിൽക്കുന്നത്. അവിടേക്ക് ശനിയുടെ 3-ാം ദൃഷ്ടി വരുന്നുണ്ട്. നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി 3, 7, 10 തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് ശനി ദൃഷ്ടി ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞു ശനിയിലേക്ക് വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടിയും രാഹുവിൻ്റെ 6-ാം ദൃഷ്ടിയും കടന്നു വരുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് കുജൻ ധനസ്ഥാനത്ത് 2-ൽ നിൽക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8 നിൽക്കുന്ന രാശിയിൽ നിന്നും 4, 7, 8 തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് കുജൻ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ശനിയിലേക്ക് കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായി വിവാഹശേഷം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അല്പസ്വല്പം തർക്ക സ്വഭാവം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചെറിയ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ല എങ്കിൽ ഒരല്പം ദേഷ്യം കൂടുതലുള്ള ഒരു പാർട്ട്ണറായിരിക്കാം ഇദ്ദേഹത്തിന് ഭാവിയിൽ വരാൻ പോകുന്നത്. ദേഷ്യം കൂടുതലുള്ള പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ദേഷ്യം എന്ന വാക്കിനർത്ഥം തന്നെ തർക്ക സ്വഭാവം കൂടുതലുള്ളത് എന്നൊരു ഇൻഡയറക്റ്റ് മീനിങ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ചന്ദ്രൻ ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ചന്ദ്രൻ ഗുളികനോടൊത്ത് നിൽക്കുമ്പോൾ എന്ത് കാര്യത്തിലും ഒരു ടെൻഷൻ, കൺഫ്യൂഷൻ പോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് ചന്ദ്രൻ. അങ്ങനെയുള്ളപ്പോൾ വിവാഹമൊക്കെ നടത്തുന്നത് പ്രത്യേകിച്ചും നാളും പൊരുത്തവും അതുപോലെ തന്നെ ഗ്രഹനിലയും കൃത്യമായി മനസ്സിലാക്കി ആ വ്യക്തി തനിക്ക് യോജിച്ചു പോകുന്നതാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ജോലിയുള്ള ഒരാളിനെ തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ പ്രസ്തുത വ്യക്തിക്ക് ഒരല്പം തർക്ക സ്വഭാവം, അതല്ല എങ്കിൽ മുൻശുണ്ഠി പോലെയുള്ള കാര്യങ്ങൾ, അല്പം ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരിക്കാനുള്ള, അല്പം മടി കൂടുതലുള്ള ഒരാളൊക്കെ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ 4-ലെ രാഹു. നേരത്തെ അതിനുള്ള പരിഹാരവും മാർഗവും പറഞ്ഞു കഴിഞ്ഞു. ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി തനിക്കിത് സാധ്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ബാധ്യതകൾ, കടം, ലോൺ പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവൂ. ചില ആളുകളെ നമ്മൾക്കറിയാം, ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അടച്ച് ആ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ അടയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി അടവ് കൃത്യമായിട്ട് പോകാത്ത പല ആളുകളെയും നമുക്കറിയാം. അത്തരം ആളുകളുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ 4-ൽ രാഹു, അതല്ല എങ്കിൽ ശനി, അതല്ല എങ്കിൽ ഗുളികൻ, അതല്ല എങ്കിൽ കേതു പോലെയുള്ള മോശം അവസ്ഥകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയിലുമാണ്. 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു. അപ്പോൾ അതും മേൽപ്പറഞ്ഞ ഫലം അനുഭവത്തിൽ വരുന്നതിന് ഒരു കാരണം തന്നെയാണ്. പിന്നെ ഈ വ്യക്തി കർക്കടക ലഗ്നം ഭരിക്കുന്നത് ചന്ദ്രൻ ഗുളികനോടൊത്ത് നിൽക്കുന്നു. ഗുളികനാകട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്നും 2, 12 തുടങ്ങിയ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്, അനുഭവത്തിലുണ്ട് എങ്കിൽ കൃത്യമായി തന്നെ അതിന് നേരത്തെ കൂട്ടി വൈദ്യസഹായം തേടാൻ മടിക്കരുത് എന്നൊരർത്ഥം കൂടെ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനാണ്. ഇവിടെ സൂര്യൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ. അപ്പോൾ ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധയോടെയും മുന്നൊരുക്കത്തോടെയും ആയിരിക്കണമെന്ന് കൃത്യമായി ഇതിനൊരർത്ഥം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള ഈ ഡിലേ, താമസം ഒഴിവാകുന്നതിനും ലഗ്നത്തിലേക്ക് ഗുളികനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ചും ആ വ്യക്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയുള്ള സമയത്ത് നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ തോത്, പെർസെൻറ്റേജ്
കുറയുകയും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കുള്ള സാധ്യത തെളിയുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പുണർദമാണ് നക്ഷത്രം, ഗുരുദശയിലായിരുന്നു, അതായത് വ്യാഴദശയിലായിരുന്നു ജനനം. ജന്മശിഷ്ടം 2000 വരെ വ്യാഴദശയായിരുന്നു. അതിനുശേഷം ശനി 2019 വരെ, അതിനുശേഷം ബുധദശ 2036 വരെ, അതിനുശേഷം കേതു 7 കൊല്ലം 2043 വരെ, ശേഷം ശുക്രൻ 2063 വരെ, അതിനുശേഷം സൂര്യൻ, ചന്ദ്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധദശയിൽ രവിയുടെ അപഹാരം. എങ്ങനെയുള്ള ബുധൻ? ഗുളികൻ്റെ 12ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ബുധൻ. അതുപോലെ തന്നെ സൂര്യൻ ഗുളികൻ്റെ 12ാം ദൃഷ്ടിയിൽ തന്നെ നിൽക്കുന്ന സൂര്യൻ. അപ്പോൾ ഈ ഒരു സമയം ഒരല്പം ശ്രദ്ധിക്കണം എന്നൊരർത്ഥം ഇതിന് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഒരല്പം ശ്രദ്ധ, ജാഗ്രത, മുന്നൊരുക്കം, കൃത്യമായി എന്ത് കാര്യമാണോ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു മുന്നറിവ്, മനസ്സിലാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഏതൊരു കാര്യം, ചെറുതായാലും വലുതായാലും ഇത്തരക്കാർക്ക് ഈ സമയം ചെയ്യാനായിട്ട്. അതല്ലാത്ത പക്ഷം ശരിയെന്ന തോന്നൽ വരുത്തുകയും എന്നാൽ ചെയ്യുന്നത് അബദ്ധങ്ങളായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും മനസ്സിലാക്കുക. കൃത്യമായി പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ ഈ ഒരു സമയത്തെയൊക്കെ നേരിടാനായിട്ട്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.